നമസ്കാരമുണ്ട്. ഇത് നമ്മളെ പുതിയ പ്രൊജക്റ്റ് അങ്കമാലി എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത്, അതായത് എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ തികച്ചില്ല, ഏകദേശം 1 കിലോമീറ്റർ എന്ന് പറയാം, കഷ്ടി 1 കിലോമീറ്ററുള്ള അടുത്തുള്ളൊരു പ്രൊജക്റ്റാണ്. ഇതൊരു അപ്പാർട്ട്മെൻറ്റ്സാണ്. ഒരു 4 അപ്പാർട്ട്മെൻറ്റ്സ്, താഴെ 2 എണ്ണം, മുകളിൽ 2 എണ്ണം, 2 ബെഡ്റൂമിൻ്റെ 4 അപ്പാർട്ട്മെൻറ്റ്സാണ് അവിടെ ചെയ്യണത്. ഇതിപ്പോൾ നമ്മൾ ഇന്നാണ് വർക്ക് സ്റ്റാർട്ടിങ്. ഇവരാണ് ഇട്ട് തന്നത്, അതായത് കോളം ഫുട്ടിങ് ചെയ്തിട്ട് പ്ലിന്താണ് ഇട്ട് തന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നാണ് ജസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യണത് ദിവസം. അപ്പോൾ കുറച്ചും കൂടി മണ്ണൊക്കെ തറയിൽ ഫില്ല് ചെയ്യാണ്ട്. അപ്പോൾ മണ്ണ് ഇവിടെ കിടക്കേണ്ടത് കക്കൂസും കൂടി കുത്തിയതിൻ്റെ മണ്ണാണ്. ഇതെടുത്തിട്ട് അത് ഫില്ല് ചെയ്യണം. ഇതാണ് നമ്മളിപ്പോഴത്തെ കണ്ടീഷൻ. അതായത് അവർ തറയിട്ട് മണ്ണെല്ലാം ചവിട്ടി വൃത്തിയാക്കി തന്നിരിക്കുകയാണ്. പക്ഷേ കുറച്ച് ഡെപ്ത് ജാസ്തി ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ചും കൂടി മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യാൻ. നമ്മൾ ആദ്യം ഫ്ലോർ കോൺക്രീറ്റാണ് ചെയ്യുക, അതിന് ശേഷമുള്ളൂ പിന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ കിണറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയുണ്ട്. കിണറ്റിൽ ഒന്നും കൂടി താത്തി കുറച്ചും കൂടി വെള്ളമാക്കാൻ വേണ്ടിയിട്ടേ. അത് നല്ല ഉറവുള്ള സ്ഥലമാണ്, വെള്ളം കണ്ടില്ലേ, വെള്ളം അടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ചും കൂടി താത്തിയാലുള്ള ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് മൊത്തമായിട്ടുള്ള വെള്ളം കിട്ടുക. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് താത്തിക്കൊണ്ടിരിക്കുക. നല്ല ഉറവുള്ള സ്ഥലം. ഇവിടെ ഇപ്പോൾ ഇത് ഫസ്റ്റായിട്ട് ഒരു 2 ബെഡ്റൂമിൽ 4 അപ്പാർട്ട്മെൻറ്റ് ചെയ്യണം. ഇത് ബാലൻസ് അങ്ങോട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ 2 എണ്ണം ചെയ്യാനുണ്ട്. ആദ്യത്തെ ഇതിൽ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാനുള്ളൂ. കാരണം എല്ലാം ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാനില്ല എന്നാണ് ഇപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞത്. അപ്പോൾ ആദ്യം 4 എണ്ണം ഫിനിഷ് ചെയ്തതിന് ശേഷം പിന്നെ അങ്ങോട്ട് കിടക്കുന്ന ആ സ്ഥലത്തൊക്കെ ഇതേപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് പിന്നെ എയർപോർട്ടിൻ്റെ അടുത്താവുകൊണ്ട് എല്ലാവർക്കും അറിയാം, ഏകദേശം ഒരു പാടം സൈഡായിരിക്കും. അപ്പോൾ ഇവിടെ ഇവർ കോളം ഫൂട്ടിങ് ചെയ്തപ്പോൾ എന്ത് ചെയ്യാൻ തന്നെ കാരണം അതാണ്. കാരണം കരിങ്കല്ലിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു മതിൽ നോക്കി നമുക്ക് അറിയാം, അടി കരിങ്കല്ലാണ്. അതിൻ്റെ മുകളിൽ എത്ര വലിയ ബെൽറ്റ് ഇട്ടിട്ടും കാര്യമില്ല, മതിൽ ചെരിഞ്ഞു. കണ്ടോ, ഇതാണ് ഒരു മതിലിൻ്റെ അവസ്ഥ. ഇതൊക്കെ ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്ത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിന് റീറ്റെയിൻ വാൾ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് കോൺക്രീറ്റിൽ തന്നെയാണ്, ഈ തല മുതൽ ആ തല വരെ. പിന്നെ ഈ ഭാവിയിലൊരു വെള്ളപ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് വെള്ളം കയറാണ്ടിരിക്കാനും കൂടി ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഇത് കോൺക്രീറ്റ് തറ തന്നെ കോളം ഫൂട്ടിങ്ങിൽ ചെയ്യണമെന്ന് പറയുന്നത്. കാരണം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കരിങ്കല്ലാണെന്നുണ്ടെങ്കിൽ വെള്ളം കയറുന്ന സ്ഥലത്ത് ഒരിക്കലും നമ്മളത് സജസ്റ്റ് ചെയ്യലില്ല. ഈ വലിയ മോട്ടർ വെച്ചിട്ട് അടിച്ച് വറ്റാനായിട്ട് ഇപ്പോൾ 2ാമത്തെ മോട്ടറും കൂടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും ഉറവുണ്ട് വെള്ളം. പിന്നെ ഇങ്ങനെ തറ ചെയ്യണ സമയത്ത് പല ആൾക്കാരും പറയാറുണ്ട് ഈ തറയുടെ പൈസ എന്താ ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന്. ആൾക്കാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അതായത് ഓരോ സ്ഥലത്തിൻ്റെ ഘടനയ്ക്കനുസരിച്ചിട്ടാണ് ഓരോ വീടിനും ബേസ്മെൻറ്റ് നിർമ്മിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ല, ഇത് ഏകദേശം ഒരു പാടം സൈഡാണ്. മഴക്കാലത്ത് ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ എന്തായി കഴിഞ്ഞാലും കോളം ഫൂട്ടിങ് ചെയ്തിട്ട് പ്ലിന്ത് ബീമിൽ തന്നെ ചെയ്യണം. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ മാതിരിയായിരിക്കും. ഇപ്പോൾ നല്ല വിലയുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കരിങ്കല്ല് ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ 1250 സ്ക്വയർ ഫീറ്റാണ് അതിൻ്റെ അടി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവർക്ക് ഈ കോളം ഫൂട്ടിങ് ചെയ്തിട്ട് പ്ലിന്താക്കിയിട്ട് ഈ ഒരു സ്റ്റേജിലെത്താനായിട്ട് ഇവർക്ക് ഏകദേശം 6 ലക്ഷം രൂപയാണ് ചിലവായിരിക്കുന്നത്. അപ്പോൾ ഈ 1250 സ്ക്വയർ ഫീറ്റിന് നമ്മൾ കരിങ്കല്ലിലാണ് ഇപ്പോൾ നല്ലൊരു സ്ഥലത്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു 2 ലക്ഷം രൂപ കൊണ്ട് ബേസ്മെൻറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ അത് ഒരു ഡിപ്പെൻസ് പ്ലോട്ടാണ്. അത് ആരും നിങ്ങൾ വിചാരിക്കുന്ന പോലെ തറയുടെ പൈസയും കൂടിയും കൂട്ടിയിട്ട് ഒരാൾ കേരളത്തിലെവിടെയും ഇത്ര രൂപയ്ക്ക് വീട് ചെയ്തു തരാമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഫ്രോഡ്. കാരണം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ബേസ്മെൻറ്റിൻ്റെ പൈസ ഒരു തരത്തിലും നമുക്ക് സ്ഥലം കാണാണ്ടേ അല്ലെങ്കിൽ ആ വീട് വയ്ക്കാൻ പോണ പ്ലോട്ടിൻ്റെ ഇതറിയാണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അത് ഇപ്പോൾ ഇതേപോലെ ഒരു താഴ്ന്ന പ്രദേശത്താണെന്നുണ്ടെങ്കിൽ അത്രയും ഹൈറ്റ് പൊക്കേണ്ടി വരില്ലേ. അപ്പോൾ ഹൈറ്റ് പൊക്കുമ്പോൾ എങ്ങനെയാണ് ഒരു നോർമൽ വീടിൻ്റെ ബേസ്മെൻറ്റ് അതിന് കണക്കാക്കുക. ആ ബേസ്മെൻറ്റിനനുസരിച്ചിട്ട് അപ്പോൾ അതിനുള്ള പ്രൈസിലും വ്യത്യാസം വരും. നമുക്ക് ഒരിക്കലും ഈ ബേസ്മെൻറ്റ് ആദ്യം തന്നെ ഒരിക്കലും പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അത് സ്ഥലമൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ ആർക്കായാലും ഫിക്സ് ചെയ്യാൻ പറ്റുക. അല്ലാണ്ട് പറയുന്ന ആൾക്കാർ അവരാണ് ഏറ്റവും വലിയ ഫ്രോഡുകൾ. അവർക്ക് ആ ഫസ്റ്റത്തെ ഒരു കണക്ഷനും ആ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരിത് മാത്രമേ ഉള്ളൂ. അതല്ല, അവരോട് നിങ്ങൾ കോൺടാക്റ്റ് ആയി കഴിഞ്ഞാൽ അവർ പറയും ഇല്ല ഇതിന് ബേസ്മെൻറ്റിന് ഇത്ര അഡീഷണൽ വരും, മറ്റേതിന് അഡീഷണൽ അത്ര വരും, അതൊക്കെ പിന്നെ പറയാം. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രക്ചറിന് മാത്രമുള്ളൊരു പ്രൈസ് പറയണത്.
കാരണം ബേസ്മെൻറ്റ് ക്ലയൻറ്റ് ഇട്ട് തന്നാൽ മതി. നമ്മൾ സ്ട്രക്ചർ മാത്രം, സ്ട്രക്ചർ നമ്മൾ ഈ പറഞ്ഞ റേറ്റിന് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും. ബേസ്മെൻറ്റ് നമ്മൾ പറയാത്തതിൻ്റെ റീസൺ ഇതാണ്. ആൾക്കാർക്കത് പറഞ്ഞാൽ മനസ്സിലാവാറില്ല. ഇന്നിപ്പോൾ ജസ്റ്റ് വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമുക്ക് ടൂൾസും സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു റൂം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഓപ്പൺ ഏരിയയാണ്. അപ്പോൾ ജസ്റ്റ് ഇന്ന് വർക്ക് സ്റ്റാർട്ടിങ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ മണ്ണിട്ടെല്ലാം ലെവൽ ചെയ്തതിന് ശേഷം നാളെ കോൺക്രീറ്റിങ് ചെയ്തിട്ട് ബാക്കി നാളെ. അങ്ങനെ നമ്മളെ തറ മണ്ണെല്ലാം ഇട്ട് ലെവൽ ചെയ്ത് ഇടിമുട്ടിയൊക്കെ ഇടിച്ച് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് നാളെ കോൺക്രീറ്റ് ചെയ്യാനായിട്ട്. അതായത് വരുന്ന സമയത്ത് ഏകദേശം ഒരു 4 ഇഞ്ചൊക്കെ അടിയിലേക്ക് വരുന്നത്. അത് ഈ ചളിയാക്കണ സമയത്ത് എന്തായി കഴിഞ്ഞാലും തറ എന്തായാലും ഒരേ ലെവലിൽ കിട്ടില്ല. അത് പിന്നെ വലിയതിനനുസരിച്ചിട്ട് താന്നു പോകും. അപ്പോൾ നമ്മൾ വീണ്ടും അഡീഷണലായിട്ട് മണ്ണിട്ട് ഒരേ ഹൈറ്റാക്കി വെച്ചിട്ട് ഇനി വേണം ഇതിൽ നാളെ വേണം കോൺക്രീറ്റ് ചെയ്യാനായിട്ട്.